DA അതോടൊപ്പം തന്നെ DR ഗഡുക്കൾ അതും മാർച്ച് മാസത്തെ ശമ്പളത്തോടൊപ്പം നൽകുമെന്നാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പിനൊരുങ്ങുമ്പോൾ സർക്കാർ ജീവനക്കാർക്ക് കൈ നിറയെ എന്ന് നമുക്ക് വളരെ കൃത്യമായി പറയാം. അതായത് ഏപ്രിൽ മെയ് മാസങ്ങളിലായിരിക്കാം തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. മാർച്ച് മാസത്തെ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച ഒരു ഔദ്യോഗികമായ പ്രഖ്യാപനമുണ്ടാകും. അപ്പോൾ സർക്കാർ ജീവനക്കാർ എന്തായാലും സന്തോഷത്തോടുകൂടി പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്ന സാഹചര്യം തന്നെയാണ് സൃഷ്ടിക്കപ്പെടാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ സർക്കാർ ജീവനക്കാരുടെ ഹൗസ് ബിൽഡിംഗ് അഡ്വാൻസ് സ്കീം പുനഃസ്ഥാപിക്കും എന്ന് അറിയിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള വളരെ പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങൾ കൂടി ഇപ്പോൾ നടക്കുന്നുണ്ട്. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ്റെ സ്മരണ നിലനിർത്തുന്നതിനു വേണ്ടി തിരുവനന്തപുരത്ത് VS സെന്റർ സ്ഥാപിക്കും എന്നാണ് ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇതിനായി 20 കോടി രൂപ മാറ്റിവെക്കുന്നു എന്നുള്ളതാണ്. അല്പസമയം മുമ്പ് സജിത്ത് സൂചിപ്പിച്ച കട്ടപ്പന തേനി തുരങ്കപാതയുടെ സാധ്യതാ പഠനത്തിന് 10 കോടി രൂപയാണ് പ്രാഥമികമായി ഇപ്പോൾ മാറ്റിവെക്കുന്നത്. ഇസ്ലാമിക പണ്ഡിതനും സാമൂഹിക പരിഷ്കർത്താവുമായ ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം രണ്ടാമന്റെ പേരിൽ പൊന്നാനിയിൽ ചരിത്ര ഗവേഷണ സെന്റർ സ്ഥാപിക്കാൻ 3 കോടി രൂപ അനുവദിക്കുന്നു എന്നതുകൂടിയാണ്. സജിത്ത് നേരത്തെ ശബരിമലയുടെ രാഷ്ട്രീയം പറഞ്ഞു വെച്ചു കഴിഞ്ഞു. ക്ലീൻ പമ്പ എന്ന പദ്ധതി പ്രഖ്യാപിക്കുന്നത് ഏതർത്ഥത്തിൽ എന്നതും പങ്കുവെച്ചു കഴിഞ്ഞു. ഇവിടെ നമുക്ക് വളരെ കൃത്യമായി ന്യൂനപക്ഷ വിഭാഗങ്ങളെ അടക്കം തൃപ്തിപ്പെടുത്തുന്ന തരത്തിലുള്ള ചില പ്രഖ്യാപനങ്ങൾ ഉണ്ട് എന്ന് വേണം നമുക്ക് വായിച്ചെടുക്കാൻ. അയ്യങ്കാളി പഠന കേന്ദ്രത്തിന് 1.5 കോടി രൂപ അനുവദിക്കുമ്പോൾ ആ വിഭാഗത്തെ ദളിത് പിന്നാക്ക വിഭാഗങ്ങളെ അടക്കം പരാമർശിച്ചു പോകുന്ന അല്ലെങ്കിൽ അവർക്ക് കൂടി തൃപ്തികരമാകുന്ന തരത്തിലുള്ള ചില പ്രഖ്യാപനങ്ങൾ കൂടി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ഇത് എല്ലാം പറയുമ്പോഴും സാധാരണക്കാരായ ആളുകൾക്ക് നേരിട്ട് ഗുണം ചെയ്യുന്ന ഒട്ടേറെ പദ്ധതികളുണ്ട്. അത് രാഷ്ട്രീയം മാറ്റിവെച്ചുകൊണ്ട് തന്നെ നമ്മൾ വിലയിരുത്തേണ്ട പദ്ധതികൾ ആണ്. അതിലെടുത്തു പറയേണ്ടത് റോഡ് അപകടത്തിൽപ്പെടുന്നവർക്ക് ലൈഫ് സേവർ പദ്ധതി എന്നതാണ്. 5 ദിവസം പണരഹിതമായി ചികിത്സ നൽകും എന്നതാണ്. റോഡ് അപകടങ്ങൾ സംസ്ഥാനത്ത് വർദ്ധിക്കുന്ന പശ്ചാത്തലത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനമായി തന്നെ ഇതിനെ കാണേണ്ടതുണ്ട്. പ്രത്യേകിച്ച് അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ ആരും തിരിഞ്ഞു നോക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായെങ്കിൽ ഇവിടെ ഇതാ 5 ദിവസം പണരഹിതമായി തന്നെ ചികിത്സ നൽകും എന്നതാണ്. അപ്പോൾ അപകടങ്ങളിൽ പെടുന്നവർക്ക് പ്രാഥമികമായി ലഭിക്കേണ്ട ഏറ്റവും ഉയർന്ന ചികിത്സയടക്കം ലഭിക്കുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒപ്പം അപൂർവ ഇനം രോഗങ്ങൾക്കുള്ള ചികിത്സാ പദ്ധതിയായ കെയറിൽ സ്പൈനൽ മസ്കുലാർ അട്രോഫി രോഗത്തിന് മരുന്ന് ലഭ്യമാക്കാൻ 30 കോടി രൂപ എന്നതാണ്. നമ്മൾ പലപ്പോഴും ഇത് വാർത്തകളിൽ നിറഞ്ഞിട്ടുള്ളതാണ്. കൊച്ചുകുട്ടികൾക്കടക്കം ഇങ്ങനെ ഒരു സ്പൈനൽ മസ്കുലർ അട്രോഫി രോഗം വരുമ്പോൾ ജനങ്ങൾ പിരിവെടുത്തുകൊണ്ട്, അതിന് വലിയ തുകയാണ് നമുക്കറിയാം, ആ മരുന്നിനും ചികിത്സയ്ക്കുമൊക്കെ. അതായത് നാട്ടുകാർ പിരിവെടുത്തുകൊണ്ട് പലപ്പോഴും ഈ മരുന്ന് വാങ്ങുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടാറുണ്ട്. അവിടെയാണ് 30 കോടി രൂപ വകയിരുത്തുന്നത്. തീർച്ചയായും അത്തരം പദ്ധതികൾ രാഷ്ട്രീയത്തിനപ്പുറം നമുക്ക് വിലയിരുത്തപ്പെടേണ്ട പദ്ധതികൾ തന്നെയാണ് എന്നതും എടുത്തു പറയേണ്ടതാണ്. ഒപ്പം ഈ ഓട്ടോറിക്ഷ തൊഴിലാളികൾ, അസംഘടിതരാകുന്ന മേഖലയിൽ ഉൾപ്പെടെ ഉള്ളവർക്ക്, ഓട്ടോറിക്ഷ തൊഴിലാളികൾ, ടാക്സി തൊഴിലാളികൾക്ക് അടക്കം ഇൻഷുറൻസ് പരിരക്ഷ, ഗ്രൂപ്പ് ഇൻഷുറൻസ് പരിരക്ഷയിലേക്ക് കൊണ്ടുവരുന്നു എന്നതാണ്. കാർഷിക മേഖലയ്ക്ക് ഇത്തവണ 2071.95 കോടി രൂപയാണ് ഇപ്പോൾ മാറ്റിവെക്കുന്നത് ഈ ബജറ്റിൽ. മുഖ്യമന്ത്രിയുടെ സ്ത്രീ സുരക്ഷാ പദ്ധതിക്കായി 3720 കോടി രൂപ മാറ്റിവെക്കുമ്പോൾ അതും എടുത്തു പറയേണ്ടതാണ്. പ്രത്യേകിച്ച് സംസ്ഥാനത്ത് സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പുരോഗമിക്കുമ്പോൾ തന്നെ സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളുമായി ബന്ധപ്പെട്ട വാർത്തകൾ നിരന്തരം മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് നൽകേണ്ടി വരുന്ന സാഹചര്യം കൂടി ആണ് ഉള്ളത്. ക്ഷേമ പെൻഷനു വേണ്ടിയിട്ട് ഇത്തവണ മാറ്റിവെച്ചിട്ടുള്ളത് 14,500 കോടി രൂപയാണ്. ക്ഷേമ പെൻഷൻ ഒരിക്കൽ കൂടി ഉയർത്തുമോ എന്ന് എല്ലാവരും ആകാംക്ഷയോടുകൂടി നോക്കിക്കണ്ടതാണ്. പക്ഷേ സർക്കാർ ആവർത്തിച്ച് പറയുന്നത് എത്ര രൂപയാണോ ക്ഷേമ പെൻഷൻ പ്രഖ്യാപിക്കുക ആ തുക വളരെ കൃത്യമായി തന്നെ ജനങ്ങൾക്ക് നൽകും. അതിൽ കുടിശ്ശിക വരുത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നില്ല. 1-2 മാസത്തെ കുടിശ്ശിക ഉണ്ടായാൽ പോലും കഴിഞ്ഞ സർക്കാരുകളുടെ കാലഘട്ടത്തിലേതുപോലെ മാസങ്ങളുടെ കുടിശ്ശിക സൃഷ്ടിക്കുന്നില്ല. അപ്പോൾ നൽകുന്ന അല്ലെങ്കിൽ പ്രഖ്യാപിക്കുന്ന തുക നൽകുക, അതിനുവേണ്ടിയാണ് ഈ തുക ഇപ്പോൾ മാറ്റിവെച്ചിട്ടുള്ളത്. അങ്ങനെയാണ് ഈ 14,000 കോടി രൂപയിൽ അധികം തുക ഇപ്പോൾ മാറ്റിവെക്കുന്നത്. ഒപ്പം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ജനറൽ പർപ്പസ് ഫണ്ടായി 3,237 കോടി രൂപയും, മെയിൻ്റനൻസ് ഫണ്ടായി 4,316 കോടി രൂപയും, പ്ലാൻ ഫണ്ടായി 10,189 കോടി രൂപയും മാറ്റിവെക്കുന്നു എന്നുള്ളതാണ്. മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കേണ്ടത്, പഞ്ചായത്ത് മെമ്പർമാർ,
കൗൺസിലർമാർ എന്നിവരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കും എന്നതാണ്. നിലവിലത് 8,000 രൂപ എന്ന നിലയിലാണ് ഇപ്പോഴുള്ളത് എങ്കിൽ അതിൽ നിന്ന് ഉയരും. ആ തുക എത്ര എന്നത് പിന്നീട് മനസ്സിലാവുകയുള്ളൂ. ബജറ്റിൻ്റെ പൂർണ്ണമായ കോപ്പി നമുക്ക് ലഭ്യമാകേണ്ടതുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ മുൻ ജനപ്രതിനിധികളുടെ ക്ഷേമത്തിനായി ക്ഷേമനിധി രൂപീകരിക്കും എന്നതും തീർച്ചയായും രാഷ്ട്രീയത്തിനപ്പുറം നോക്കിക്കാണാം. കാരണം ഈ പഞ്ചായത്തിലേക്കും തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ ഒക്കെ വിജയിക്കുന്നവരിൽ വ്യത്യസ്തമായ രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ടവർ ഒക്കെ ഉൾപ്പെടുന്ന സാഹചര്യമാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രഖ്യാപനം സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത് വിഴിഞ്ഞം തുറമുഖം. നമുക്കറിയാം, ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ 2ാം ഘട്ടത്തിൻ്റെ നിർമ്മാണ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചത്. 10,000 കോടി രൂപയുടെ 2ാം ഘട്ട നിർമ്മാണ ഉദ്ഘാടനത്തോടുകൂടി ഒരുപക്ഷെ തിരുവനന്തപുരത്തിൻ്റെയും കേരളത്തിൻ്റെയും സാമ്പത്തിക സ്ഥിതിയിൽ കാതലായ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് പൊതുവെ നിരീക്ഷിക്കുന്നുവെങ്കിൽ വിഴിഞ്ഞം തുറമുഖത്തു നിന്നും ചവറയെയും കൊച്ചിയെയും ബന്ധിപ്പിക്കുന്ന റയർ എർത്ത് കോറിഡോർ ചവറയിൽ സ്ഥാപിക്കും എന്നതാണ്. ഇതിലൂടെ 42,000 കോടി രൂപയുടെ നിക്ഷേപവും 50,000 കോടിയുടെ തൊഴിൽ അവസരവും സൃഷ്ടിക്കാൻ സാധിക്കും എന്നതാണ് സർക്കാരിൻ്റെ പ്രതീക്ഷയായി പറയുന്നത്. ഇങ്ങനെയുള്ള ഒട്ടേറെ പ്രഖ്യാപനങ്ങൾ കൂടിയുണ്ട് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് എന്നതാണ്. സജിത്ത് തുടരുമ്പോൾ, സജിത്ത്, ഒട്ടേറെ ക്ഷേമ പ്രവർത്തനങ്ങൾ ഈ ഒരു മിഡിൽ ക്ലാസ്സിനെ പ്രധാനമായി അഡ്രസ്സ് ചെയ്യുന്ന സാഹചര്യങ്ങൾ, വീടുകളിൽ ഒറ്റപ്പെട്ടു പോകുന്ന മുതിർന്ന സ്ത്രീകൾക്ക് ഓൺ കോൾ വോളണ്ടിയർമാരുടെ സേവനം ഉൾപ്പെടെ ഈ സാമൂഹികമായ വിഷയങ്ങൾ, അതായത് തീർച്ചയായും ഒരു തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുമ്പോൾ എല്ലാ മേഖലകളെയും സ്പർശിച്ചു പോവുക എന്നത് സർക്കാരിൻ്റെ ഉത്തരവാദിത്വം തന്നെയാണ്. അങ്ങനെ നമുക്കിത് കാണാൻ പറ്റുമ്പോഴും പ്രതിപക്ഷം ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണങ്ങളിലൊന്ന് റബ്ബറിൻ്റെ താങ്ങുവില എന്നതാണ്. അത് കേന്ദ്രവും പ്രതിസന്ധി നേരിടുന്ന ഒന്നാണ്. റബ്ബറിൻ്റെ താങ്ങുവില ഉയർത്തും എന്ന് പ്രതീക്ഷിച്ചിരുന്നുവെങ്കിൽ നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നില്ല, ഈ പ്രഖ്യാപനത്തിൽ കാണാൻ സാധിക്കുന്നില്ല. മറ്റൊന്ന് ക്ഷേമ പെൻഷൻ ഒരു പക്ഷേ വീണ്ടും ഉയർത്തിയേക്കാമെന്ന സൂചനയുണ്ടായിരുന്നു. അത്തരം ചില പ്രഖ്യാപനങ്ങൾക്ക് സർക്കാർ മുതിർന്നിട്ടില്ല എന്നതും ശ്രദ്ധേയമാണല്ലോ. അഭിലാഷ്, വളരെ ശ്രദ്ധേയമാണിത്. കാരണം ഈ ബജറ്റിൻ്റെ ഏറ്റവും വലിയ ഒരു കരുതൽ അല്ലെ വൻ പ്രഖ്യാപനമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ഒരു കാര്യം ക്ഷേമ പെൻഷൻ കൂട്ടുമോ എന്നതാണ്. കഴിഞ്ഞകാല ബജറ്റുകളിൽ ഈ ഇടതുപക്ഷം, പ്രത്യേകിച്ച് പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം എല്ലാ ബജറ്റിലും ഒരു ക്ഷേമ പെൻഷനിൽ ഒരു കരുതൽ നടത്താറുണ്ട്. അപ്പോൾ ബജറ്റിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ക്ഷേമ പെൻഷൻ വർധനവ് എന്നത് തന്നെയായിരുന്നു. ഇത്തവണ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ഉള്ള ബജറ്റ് എന്നതുകൊണ്ട് തന്നെ അതിലൊരു വലിയ വർധനവ് പ്രതീക്ഷിച്ചിരുന്നു. 2,500 എന്ന അവരുടെ വാഗ്ദാനത്തിലേക്ക് എത്തും എന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ആ പ്രഖ്യാപനത്തിലേക്ക് ഈ ബജറ്റ് കടന്നിട്ടില്ല. ഒരുപക്ഷെ ഇനി ഒരു കരുതലിന് മാറ്റി വെച്ചിരിക്കുകയാണോ, ബജറ്റ് തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു പ്രഖ്യാപനത്തിനും കൂടെ സർക്കാർ സാധ്യത മുന്നിൽ കാണുന്നുണ്ടോ എന്നത് കണ്ടറിയേണ്ടതുണ്ട്. എന്തായാലും ഈ ബജറ്റിൽ ക്ഷേമ പെൻഷൻ്റെ പ്രഖ്യാപനം കടന്നു വന്നിട്ടില്ല. അതേസമയം മറ്റു മേഖലകളിലേക്കും പോയിട്ടുണ്ട്. അപ്പോൾ വിമർശകർക്ക് ഉന്നയിക്കാൻ കഴിയുന്ന ഒരു വാദം തീർച്ചയായിട്ടും ക്ഷേമ പെൻഷൻ എന്തുകൊണ്ട് കൂട്ടിയില്ല, നിങ്ങളുടെ വാഗ്ദാനം എന്തുകൊണ്ട് നടപ്പിലാക്കുന്നില്ല എന്ന ചോദ്യമാണ്. അതൊരു വെല്ലുവിളി തന്നെയാണ്. സ്വാഭാവികമായും അതൊരു പ്രതിസന്ധിയായി ഈ ബജറ്റിൻ്റെ വിമർശനമായി തന്നെ നിൽക്കുകയും ചെയ്യുന്നുണ്ട്. മറ്റൊന്ന് അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ ഈ റബ്ബർ അടക്കമുള്ള മേഖലകളിലെ എന്തുകൊണ്ട് നമുക്കറിയാം നാണ്യവിളകളെ പരമാവധി പരാമർശിക്കുന്ന ബജറ്റ്, അതായത് കാർഷിക മേഖലയുടെ നീക്കിയിരിപ്പിനെ പൊതുവിൽ വിലയിരുത്തുന്നത് നാളികേര കർഷകർക്ക്, ഒപ്പം റബ്ബർ കർഷകർക്ക്, നെൽകർഷകർക്ക്, ഇങ്ങനെയുള്ള വിഹിതങ്ങളാണ്. ഇതിൽ റബ്ബർ കർഷകരെ ഏറ്റെടുക്കാനുള്ള നീക്കം ഇത്തവണ ബജറ്റിൽ ഉണ്ടായിട്ടില്ല. 250 രൂപയായി താങ്ങുവില ഉയർത്തണം, അടിസ്ഥാന വില ഉയർത്തണം എന്ന വാദം പൊതുവിലുണ്ടായിരുന്നു. ജോസ് കെ മാണി അടക്കമുള്ളവർ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ഇട്ടതാണ്. 250 രൂപ എന്ന അടിസ്ഥാന വിലയ്ക്ക് വേണ്ടി തങ്ങൾ സമ്മർദ്ദം തുടരും എന്ന വാദം അവർ ഉന്നയിച്ചതാണ്. പക്ഷേ അതിലേക്ക് പ്രഖ്യാപനം എത്തിയിട്ടില്ല എന്നതാണ്. അതായത് റബ്ബർ കർഷകർക്ക് ആ തരത്തിൽ ഒരു പുതിയ പ്രഖ്യാപനത്തിലേക്ക് കടന്നിട്ടില്ല എന്നതാണ്. സ്വാഭാവികമായും അത് വിമർശനം ഉണ്ടാക്കുന്നതാണ്. മധ്യ കേരളത്തിലൊക്കെ വലിയ സ്വാധീനിക്കപ്പെടുന്ന വിഷയമാണ് റബ്ബർ എന്നതുകൂടി തന്നെ അത് സ്വാഭാവികമായും അതിലേക്ക് കടന്നു വന്നിട്ടില്ല എന്ന കാര്യമുണ്ട്. അപ്പോൾ വിമർശകർക്ക് തീർച്ചയായും പ്രതിപക്ഷത്തിനടക്കം ഉന്നയിക്കാൻ കഴിയുന്ന ഒരു കാര്യം അതുകൂടിയാണ്. കടന്നുവരുന്ന 2 പ്രധാനപ്പെട്ട മേഖലകളെ പരാമർശിച്ചിട്ടില്ല എന്നതുകൂടിയാണ്. മറ്റൊരു കാര്യം കൂടിയുള്ളത്, ഇനി വരാൻ പോകുന്ന സർക്കാർ അത് ഇടതുപക്ഷത്തിൻ്റെ തുടർച്ചയാണെങ്കിലും അതല്ല UDF സർക്കാരാണ് വരുന്നതെങ്കിലും പുതിയ സർക്കാരിന് മുന്നിൽ വലിയ ബാധ്യത ഉണ്ടാക്കുന്ന, വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുന്ന പ്രഖ്യാപനങ്ങൾ ഈ ബജറ്റിലുണ്ട് എന്നതാണ്. അപ്പോൾ അതിൻ്റെ റിയലിസ്റ്റിക്കായി പരാമർശിക്കുമ്പോൾ ഇത് എത്ര കണ്ട് സാധ്യമാകുമെന്ന ചോദ്യം സ്വാഭാവികമായും ഉണ്ടാവും. പക്ഷേ സംസ്ഥാനത്തെ ധനമന്ത്രി KN ബാലഗോപാൽ ബജറ്റ് പ്രഖ്യാപനത്തിൻ്റെ തുടക്കത്തിൽ തന്നെ അദ്ദേഹം പറയുന്നു, സാമ്പത്തിക പ്രതിസന്ധികളും കേന്ദ്ര സർക്കാരിൻ്റെ ഞെരുക്കങ്ങളൊക്കെ ഉണ്ടായിട്ടും ഞങ്ങൾ പിടിച്ചു നിന്നു, ഞങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നതാണ്. അപ്പോൾ ഈ ഞെരുക്കങ്ങൾക്കിടയിലും എന്തു സാധിച്ചു എന്നതാണ്. ഞെരുക്കമില്ലായിരുന്നെങ്കിൽ എത്ര കണ്ട് വലുതായി നമുക്ക് പോകാനാകും, ഇതാണ് മന്ത്രിയുടെ ഒരു വാദം. എന്തായാലും
വിമർശകർക്ക് ഉന്നയിക്കാൻ ഘടകങ്ങളുണ്ട്. സ്വാഭാവികമായും ഈ രണ്ട് പ്രധാനപ്പെട്ട മേഖലകളിലൂടെ എന്തുകൊണ്ട് കടന്നുപോയില്ല എന്ന ചോദ്യം സ്വാഭാവികമായും ഉയരുകയും ചെയ്യും. അപ്പോൾ ക്ഷേമ പെൻഷൻ എന്തുകൊണ്ട് ഒരു വർധനവ് ഈ ബജറ്റിൽ ഒരു പ്രഖ്യാപനം ഉണ്ടായില്ല എന്ന ചോദ്യം, അതിനകത്ത് ഒരു പക്ഷേ ഒരു രാഷ്ട്രീയം ഉണ്ടായിരിക്കാം. ഇനി മറ്റൊരു പ്രഖ്യാപനത്തിന് വേണ്ടി കാത്തിരിപ്പാണോ, അതല്ല ക്ഷേമ പെൻഷന് പകരം ഞങ്ങൾ മറ്റു മേഖലകളിലേക്ക് കടന്നുപോയി എന്ന വാദമായിരിക്കുമോ ഉന്നയിക്കുക. ഒരുപക്ഷേ ഈ ബജറ്റ് അവതരണത്തിന് ശേഷമുള്ള കെ എൻ ബാലഗോപാലിൻ്റെ മാധ്യമങ്ങളോടുള്ള വിശദീകരണത്തിലൊക്കെ ഈ വിഷയങ്ങളും കടന്നു വന്നേക്കാം. ഇതാണ് നിലവിലെ സാഹചര്യം. എന്തായാലും തെരഞ്ഞെടുപ്പ് വർഷത്തിലെ ബജറ്റ് എന്ന നിലയിൽ തന്നെ വലിയ തോതിൽ സ്വാഭാവികമായും വരും മണിക്കൂറുകളിലടക്കം വിമർശനങ്ങളും ആരോപണ പ്രത്യാരോപണങ്ങളും ഒക്കെ ഉണ്ടാകും. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.